പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് 4ാം ക്ലാസ്സിലെ ICT പാഠപുസ്തകത്തിലെ 7ാമത്തെ അധ്യായമായ ഇരട്ടകളെ കണ്ടെത്താമോ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, മറഞ്ഞിരിക്കുന്ന കാർഡുകളിൽ ഇരട്ടകളുണ്ട്, അവയെ കണ്ടെത്തൂ എന്നാണ്. ഗുണനക്രിയയും ഫലവും തുല്യമായ കാർഡുകളാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ ഗുണന ക്രിയകളാണ് കാര്യമായിട്ട് ഈ ഭാഗത്ത് പറയുന്നത്. നമുക്ക് അത് നോക്കാം എന്താണ് എന്ന്. പ്രവർത്തനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കോംപ്ലക്സ് തുറക്കുക, കണക്ക് എന്ന് പറയുന്ന ഭാഗത്ത് വരിക, കണക്ക് കൂട്ടലിലേക്ക് പോകാമെന്ന് പറയുന്ന ഭാഗത്ത് ചെല്ലുക, ഓർമ്മശക്തി ഉപയോഗിച്ചുള്ള കണക്കിലെ കളികൾ എന്നുള്ള ഭാഗം തിരഞ്ഞെടുക്കുക. അതിൽ നിന്ന് ഗുണനം എന്ന് പറയുന്ന ഈ ഭാഗത്തെത്തിയാൽ മാത്രമേ നമുക്ക് ആ പ്രവർത്തനം ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്ക് പരിശോധിക്കാം. തന്നിട്ടുള്ള കാർഡുകളിൽ ഗുണനക്രിയയും ഫലവും തുല്യമായി 2 കാർഡുകളിൽ തുടർച്ചയായി ക്ലിക്ക് ചെയ്യുമ്പോൾ അവ മാഞ്ഞു പോകുന്നു. ഈ രീതിയിൽ എല്ലാ കാർഡുകളും മായ്ക്കുക. ഈ ഗ്രൂപ്പിലുള്ള സമാന പ്രവർത്തനങ്ങളും പരിശീലിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ഗെയിം ഒന്ന് തുറന്നു നോക്കാം, എങ്ങനെയാണ് കളിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. അതിനുവേണ്ടി നമ്മൾ ഗെയിം വിൻഡോ തുറക്കാം, ആപ്ലിക്കേഷനിൽ പോവുക, എഡ്യൂക്കേഷനിൽ വരിക, എഡ്യൂക്കേഷൻ ഷൂട്ട് കോംപ്ലക്സ് എന്ന് പറയുന്ന ഈ ഭാഗം ഓപ്പൺ ആക്കുക. ഈ ഭാഗം ഓപ്പൺ ആയി വന്നിരിക്കുന്നു. ഒന്ന് വലുതാക്കി. ഇനി കണക്ക് എന്ന് പറയുന്ന ഭാഗത്തെത്താനാണ് നമ്മോട് പറഞ്ഞത്. കണക്ക് എന്നുള്ള ഭാഗം ഓപ്പൺ ആക്കുക. അതിനുശേഷം കണക്ക് കൂട്ടലിലേക്ക് പോകാമെന്നാണ് ഇവിടെ വെക്കുമ്പോൾ താഴ്ഭാഗത്ത് കാണുന്നുണ്ട്. കണക്ക് കൂട്ടലുകളിലേക്ക് പോകാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് ഓർമ്മശക്തി ഉപയോഗിച്ചുള്ള കണക്കാണ്. നമ്മൾ നോക്കുക, ഇതാ ഓർമ്മശക്തി ഉപയോഗിച്ചുള്ള കണക്കിലെ കളികൾ എന്ന് പറയുന്ന ഈ 3ാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് ഗുണനം എന്ന് പറയുന്ന ഇതാണ്. ഇവിടെ നോക്കൂ, ഗുണനം മാത്രമുള്ളത് ഇവിടെയാണ്. ഇതാ ഗുണനം ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. ഗുണനം എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ വിൻഡോയിൽ എത്താൻ കഴിയും. ഇതാണ് നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട വിൻഡോ. നോക്കൂ, ഇവിടെ 6 കാർഡുകളുണ്ട്, മനോഹരമായ 6 കാർഡുകളുണ്ട്. ഇവിടെ താഴെയുള്ള ലെവലുകൾ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് ഏകദേശം ഇതിൽ എത്ര ലെവലുകൾ ഉണ്ടെന്ന് നോക്കാം. 9 ലെവലുകളുണ്ട്. 9 ലെവലുകൾ വരുമ്പോൾ കാർഡുകളുടെ എണ്ണം കൂടുന്നുണ്ട്. നമുക്ക് ആദ്യം മുതൽക്ക് തുടങ്ങാം. ആദ്യത്തെ 1ാമത്തെ ലെവലിൽ വരുമ്പോൾ നോക്കൂ, ഇവിടെ 6 കാർഡുകൾ മാത്രമാണുള്ളത്. നേരത്തെ ടെക്സ്റ്റ് ബുക്കിൽ സൂചിപ്പിച്ചിരുന്നത് ഗുണന വസ്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഓരോ കാർഡിലും ഏതെങ്കിലും ഒരു ഗുണനം കാണും. നോക്കൂ, 0 × 0 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. 0 × 0, 0 ഗുണിക്കണം 0. അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ ഏതോ ഒരു കാർഡിലുണ്ട്. ആ കാർഡിലെ ആൻസർ കണ്ടെത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ അത് രണ്ടും ഒരുമിച്ച് ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഉത്തരം ലഭിക്കും. നമുക്ക് ആ കാർഡ് അവിടെ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്യും. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്നാണ് പറഞ്ഞത്. 0 × 0 നമുക്കറിയാം, നമുക്ക് ഊഹിച്ച് നോക്കുക. 0 × 0 = 0 എന്നാണ്. 0 ഗുണിക്കണം 0 = 0 ആണ്. നമുക്ക് ഓരോ ഉത്തരവും പരിശോധിച്ച് നോക്കാം. ഇപ്പൊ നോക്കൂ, ഇത് രണ്ടും അടുത്തടുത്തുണ്ടായിരുന്നതിന്റെ ഉത്തരം തന്നെ. അത് പോയപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള ചിത്രം തെളിഞ്ഞു വന്നു. ഈ നോക്കൂ, അടുത്ത് നോക്കൂ, 5 ആണ് ഇതിന്റെ ആൻസർ ആണ് ഇവിടെ ഉള്ളത്. 5 ഉത്തരം കിട്ടുന്ന ഏതോ ഒരു ഗുണന വസ്തുത ഇതിന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് നോക്കാം. 1 × 5 5. ഇനി നോക്കൂ, 4 × 1 4 × 1 = 4 എന്ന് തന്നെയാണ്. നോക്കൂ, ഇത് രണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വിജയിച്ചായി ചിഹ്നം വരും. അടുത്ത ഘട്ടത്തിലേക്ക് പോകും. കാർഡിന്റെ 2ാമത്തെ ഘട്ടമാണ്. കാർഡിന്റെ എണ്ണം 6ൽ നിന്നും ഇവിടെ കാർഡിന്റെ എണ്ണം 8 ആയി വർദ്ധിച്ചിരിക്കുന്നു. നോക്കൂ, 0 × 5 = ഉത്തരം നോക്കാം. ഇല്ല, ഇത് 2 ഗുണന വസ്തുതകളാണ്, ആൻസർ അല്ല വരുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അത് രണ്ടും മിസ്സായി. 3 × 6 3 18, അത് രണ്ടും പോയി. 9 ഗുണന ഉത്തരമാണുള്ളത്. 0 × 3 നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് പോകും. 9 ചിത്രം വരുന്നത് നോക്കാം. 3 × 3 × 3 3 × 3 = 9 നമ്മൾ ഇവിടെ കണ്ടതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒന്നുകൂടി 3 × 3 = 9 കണ്ടോ. ഇത് രണ്ടും ഒരുമിച്ച് ക്ലിക്ക് ചെയ്താൽ അത് പോകും. 0 2 ഉത്തര ഗുണന വസ്തുതകൾ മാത്രമാണ്. 3 × 0 = 0 ആണ്, അത് പോയി. 0 × 5 = 0 ആണ്. നോക്കൂ, ഇനി 3ാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും. അപ്പോൾ കാർഡുകളുടെ എണ്ണം കൂടുന്നത് കാണാം. ഇങ്ങനെ നമുക്ക് ഘട്ടം കൂടുന്നതനുസരിച്ച് നമ്മൾ 9ാമത്തെ ഘട്ടത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. 9ാമത്തെ ഘട്ടം വലിയ ഘട്ടമാണ്, ഒരുപാട് കാർഡുകളുണ്ട്. അപ്പൊ ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് നല്ല ശ്രമകരമായിരിക്കും. നമുക്ക് 14 × 20 വലിയ സംഖ്യകളാണ് ഇതിൽ വരുന്നത്. 2 × 22 × 12 16 × 8 വലിയ സംഖ്യകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. 7 × 25
22 × 0 22 അത് ഉത്തരം വരുന്നത് എവിടെയോ ഉണ്ടോ നമുക്ക് നോക്കാം. ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരം തന്നെയാണ്. നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്ത് കണ്ടെത്തേണ്ടി വരും. 22 × 0 0 ആണ് ഉത്തരം. 0 കാണുന്നില്ല നമുക്ക്. അത് 22 × 0 = 0. ഇത് രണ്ടും മിസ്സാകുന്നത് കാണാം. ഇങ്ങനെ ഓരോ ഉത്തരവും കണ്ടെത്താൻ നമുക്ക് ഒരല്പ സമയമെടുക്കും. കുറെ കാർഡുകൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ രസകരമായിട്ട് ഈ പ്രവർത്തനം നമുക്ക് ഗുണന വസ്തുതകൾ മനസ്സിലാക്കുന്നതിനും അത് നമ്മുടെ മനസ്സിൽ നിന്നും ഗുണന വസ്തുതകൾ ഗുണിച്ചെടുക്കുന്നതിനും ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ നല്ലവണ്ണം ഹൃദ്യസ്ഥമാക്കുന്നതിന് ഈ ഗെയിം കുട്ടികൾക്ക് സഹായകരമാകും. ഒന്നാമത്തെ സ്റ്റെപ്പ് മുതൽക്ക് തുടങ്ങി വലിയ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടികൾ വലിയ ക്ലാസ്സുകളിൽ 3-4 ക്ലാസ്സുകളിലൊക്കെ ഉപയോഗിക്കാവുന്ന ഗെയിം കൂടിയാണ്. ഈ ഗെയിം നമുക്ക് ഉപകാരപ്പെടും ഗുണന വസ്തുക്കൾ പഠിക്കുന്നതിന്. നമുക്ക് ഈ ഗെയിം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഈ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഗെയിം അവസാനിപ്പിക്കാവുന്നതാണ്.